ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2166. ഇന്ന് ഡിസംബർ മാസം 5-ാം തീയതി 339-ാമത്തെ ദിവസത്തിലെത്തി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നാണ്. അതെ, നല്ലൊരു ക്രിസ്തു അനുഭവത്തിലേക്ക്, മികച്ചൊരു ക്രിസ്തുമസ് അനുഭവത്തിലേക്ക് എത്താനായിട്ട് ഈ അമ്മയിടത്തെ അന്വേഷിച്ചേ മതിയാവും. ആദരവോടെ പിന്തുടർന്നെത്തിയേ മതിയാവും. പുറമേ നിന്ന് നോക്കിയാൽ ഒട്ടും സന്തോഷപ്രദമായിരുന്നില്ല അമ്മയുടെ സാഹചര്യം. മറിച്ച് തികച്ചും ഭയാനകമായിരുന്നു. നസ്രയത്തിലെ തച്ചനായ യൗസേപ്പുമായി വിവാഹ നിശ്ചയം നടത്തിയിരുന്ന ഒരു യുവകന്യക. നിയുക്തവരൻ അറിയാതെ അവൾ ഗർഭിണിയായിരിക്കും. ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ വഴിയാണ് താൻ ഗർഭിണിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിവരമറിയുമ്പോൾ യൗസേപ്പ് തന്നെ തള്ളിപ്പറഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക? ജനവിധി സാമൂഹ്യനീതിയും അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയാണ്. മറിയത്തിന് നന്നായി അറിയാം. ആവർത്തന പുസ്തകം 22-ാം അധ്യായം അങ്ങനെ ബലപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ദൈവദൂതനിൽ നിന്ന് ഈ ഒരു സന്ദേശം ലഭിച്ച ഉടനെ ഏകദേശം 130 കിലോമീറ്റർ യാത്ര ചെയ്ത് യഹൂദയിലെ ഗ്രാമത്തിലേക്ക് തിടുക്കത്തിൽ പോയത്, അതും കുറ്റകൃത്യത്തിന് തെളിവായി ഉന്നയിക്കപ്പെടാം. അതായത് മറിയം ഒരു കുറ്റക്കാരിയാണെന്ന് വേണമെങ്കിൽ അതിനെയും ആസ്പദമാക്കി ആർക്കും വ്യാഖ്യാനിക്കാം. സൽപ്പേരും വിശ്വസ്തതയും മാത്രമല്ല, ജീവൻ തന്നെ തുലാസിൽ തൂങ്ങുന്ന അനുഭവവും അവസ്ഥയും സാഹചര്യവുമാണ്. എന്നാൽ മറിയത്തിന് ഭയമില്ല. ഇപ്രകാരമുള്ള പേടിപ്പെടുത്തുന്ന ചിന്തകളൊന്നും മറിയം എന്ന ആ അമ്മയുടെ ഉള്ളിൽ ഉടലെടുക്കുന്നതേയില്ല. കാരണം അവൾ വിശ്വസിച്ചു, ദൈവമാണ് തന്നെ വിളിച്ചതെന്നും അമ്മയാകാനുള്ള ദൗത്യം ഏൽപ്പിച്ചതെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചു. കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന ദൂതന്റെ പ്രസ്താവന അവൾക്ക് തൃപ്തികരമായ ഉത്തരമായിരുന്നു. ജീവിതം സമർപ്പിപ്പാൻ മതിയായ ഉറപ്പുമായിരുന്നു. ഇത് അവിടുത്തെ ദാസി, അവിടുത്തെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന മറുപടിയിൽ വിശ്വാസം വെളിപ്പെടുത്തുന്ന വിധേയത്വമുണ്ട്. കർത്താവിലുള്ള ആശ്രയം പ്രകടമാക്കുന്ന ആത്മസമർപ്പണമുണ്ട്. അതെ, ഈ ഒരു ആത്മസമർപ്പണത്തെ നമുക്കൊന്ന് അറിഞ്ഞു തുടങ്ങാം. അതും ആദരവോടെ, ഏറെ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടി. ആമേൻ.